ഹലോ ഫ്രണ്ട്സ്, എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും കോമ്പറ്റീറ്റീവ് ക്രാക്കറിലേക്ക് സ്വാഗതം. ഞാൻ രാഖിൽ ആർ എസ്. ആർപ്പ് വിളിയോടെ CC ആപ്പ് ഈ ഓണം CC ലേണിംഗ് ആപ്പിനൊപ്പം ഡൗൺലോഡ് ചെയ്യൂ, നേടൂ 10 ലക്ഷം രൂപ വരെയുള്ള സ്വർണ്ണ നാണയങ്ങൾ. നമ്മളിന്ന് സുപ്രധാന നിയമങ്ങൾ അല്ലെ, നിങ്ങളുടെ സിലബസിലെ 10th ലെവൽ മുതൽ +2 ലെവൽ ഡിഗ്രി ലെവലൊക്കെ ഉള്ള പരീക്ഷകളുടെ സിലബസിനെ അടിസ്ഥാനമാക്കിയ പ്രധാനപ്പെട്ട ഭാഗമാണല്ലോ സുപ്രധാന നിയമങ്ങൾ, ഇമ്പോർട്ടന്റ് ആക്ട്സ്. ആ ഇമ്പോർട്ടന്റ് ആക്ട്സ് എന്ന ഭാഗത്തു നിന്നുള്ള കുറച്ച് PVQ അല്ലെ, പ്രധാനപ്പെട്ട കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഒരിക്കൽ കൂടി ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് പെട്ടെന്ന് ചോദ്യങ്ങളിലേക്ക് കടക്കാമല്ലോ. നോക്കുക, നമ്മുടെ ഒന്നാമത്തെ ചോദ്യം എന്താണ്? ഒരു പ്രീവിയസ് ചോദ്യമാണ്. എന്താണത്? കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ സാമൂഹ്യ മാധ്യമം വഴി വിതരണം ചെയ്യുന്നത് വിവര സാങ്കേതിക വിദ്യാ നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമുള്ള കുറ്റകൃത്യമാണ്? ഏത് വകുപ്പ് പ്രകാരമാണ് കുറ്റകൃത്യമാകുന്നത്? കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ, കുട്ടികൾ ഉൾപ്പെടുന്ന സെക്ഷൽ കണ്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അശ്ലീലത കലർന്ന ചിത്രങ്ങളോ മറ്റോ കാര്യങ്ങളോ എന്താ പറയുക, പ്രചരിപ്പിക്കുക, അത് പങ്കുവയ്ക്കുക, അത് എന്തുതരം കുറ്റം, ഏത് വകുപ്പ് പ്രകാരം കുറ്റമാകുന്നു? IT ആക്ടിലാണ് ചോദ്യം അല്ലേ? ഉത്തരം നോക്കുക. പ്രധാനമായിട്ടും IT ആക്ടിലെ സെക്ഷൻ 67B, ഓപ്ഷൻ ബി 65-ാം വകുപ്പ്, ഓപ്ഷൻ സി 66, ഓപ്ഷൻ ഡി 68. ഇത് വളരെ ഈസി ആയിട്ട് ചോദ്യം. കാരണം നമുക്കറിയാം ഈ പോണോഗ്രഫിയുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളെല്ലാം 67 മുതൽ ഇങ്ങോട്ടുള്ള വകഭേദങ്ങളാണ്. 67A, 67B ഒക്കെ നമുക്കറിയാം. അപ്പൊ ഇവിടുത്തെ ശരി ഉത്തരം സ്വാഭാവികമായിട്ട് ഏതാണ്? ഓപ്ഷൻ എ ആണ്. 67B എന്നതാണ് ശരി ഉത്തരം. 67B അല്ലെ? നമുക്ക് പെട്ടെന്ന് നോക്കാം ഉദ്യോഗാർത്ഥികളെ. നമുക്കറിയാം IT ആക്ട് 2000 അല്ലെ, സുപ്രധാനമായ ഒരു വഴിത്തിരിവായിരുന്നു ഇന്ത്യയുടെ നിയമചരിത്രത്തിൽ. ഈ നിയമത്തിലെ പ്രധാനപ്പെട്ട സെക്ഷനുകളുമായി ബന്ധപ്പെട്ടാണ് ഈ ചോദ്യം വന്നത്. നമ്മുടെ ചോദ്യം ഈ ചൈൽഡ് പോണോഗ്രഫിയുമായി ബന്ധപ്പെട്ടതാണ്. ആ പറയുന്ന വകുപ്പാണ് 67B. നോക്കുക, പനിഷ്മെന്റ് ഫോർ പബ്ലിഷിംഗ് ഓർ ട്രാൻസ്മിറ്റിംഗ് മെറ്റീരിയൽ ഡിപിക്റ്റിംഗ് children in sexually explicit act etc. in electronic form. ഇലക്ട്രോണിക് ഫോമില് സെക്ഷുവലി എക്സ്പ്ലിക്റ്റ് ആയിട്ടുള്ള കുട്ടികളുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ പബ്ലിഷ് ചെയ്തു കഴിഞ്ഞാൽ, നോക്കുക, കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ, വീഡിയോകൾ മുതലായവയുടെ പ്രദർശനം, പ്രചരണം എന്നിവ കുറ്റകരമാണ് എന്ന് പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 67B, 67B. ചൈൽഡ് പോണോഗ്രഫിയെ പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പ് ഏത് ചോദിച്ചാൽ 67B ആണ്. കണ്ടോ, ചൈൽഡ് പോണോഗ്രഫിയുമായി ബന്ധപ്പെട്ട IT ആക്ടിലെ വകുപ്പ് 67B ആണ്. അപ്പൊ നമുക്കറിയാം ഈ ചൈൽഡ് പോണോഗ്രഫി കുറ്റം, കുട്ടികളുടെ നഗ്ന ചിത്രങ്ങളോ വീഡിയോകളോ ഉൾപ്പെടുന്ന വിവരങ്ങളൊക്കെ പ്രദർശിപ്പിക്കുകയോ സംഭരിക്കുകയോ സൂക്ഷിക്കുകയോ ചിത്രീകരിക്കുകയോ ഒക്കെ ചെയ്യുന്ന, പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നവർക്കുള്ള ശിക്ഷ എന്നറിയപ്പെടുന്നത്, ആദ്യ തവണ ചെയ്യുന്ന കുറ്റമാണെങ്കിൽ അതിന് 5 വർഷം വരെ തടവും 10 ലക്ഷം രൂപ പിഴയും. 5 വർഷം തടവും, 5 വർഷം വരെ തടവും 10 ലക്ഷം രൂപ പിഴയുമാണ്. എന്നാൽ കുറ്റം ആവർത്തിച്ചാലോ? കുറ്റം ആവർത്തിച്ചാൽ 5 എന്നുള്ളത് എത്രയായി? 7 വർഷം വരെ തടവും, എത്രയാണ്? 10 ലക്ഷം രൂപ വരെ പിഴയുമാണ്. അത് കൊഗ്നൈസബിൾ ആൻഡ് നോൺ ബെയിലബിൾ ഒഫൻസ് ആണ്. സ്പെഷ്യൽ ടോപ്പിക് എല്ലാം പഠിച്ചവർ കേട്ട് കാണും. അപ്പൊ ചോദിക്കുക ഒരു സ്റ്റേറ്റ്മെന്റ്, നമ്മുടെ IT ആക്ട് 2000 പ്രകാരം 67B ചൈൽഡ് പോണോഗ്രഫി കുറ്റം ആവർത്തിച്ചാൽ ലഭിക്കുന്ന ശിക്ഷ എത്തരത്തിലുള്ളതാണ്? ഓപ്ഷൻ എ നോൺ കൊഗ്നൈസബിൾ, ഓപ്ഷൻ ബി കൊഗ്നൈസബിൾ, ഓപ്ഷൻ സി നോൺ ബെയിലബിൾ, ഓപ്ഷൻ സി ഓപ്ഷൻ ഡി കൊഗ്നൈസബിൾ ആൻഡ് നോൺ ബെയിലബിൾ. ഏതാ ശരി ഉത്തരം? കൊഗ്നൈസബിൾ ആൻഡ് നോൺ ബെയിലബിൾ. കൊഗ്നൈസബിൾ എന്താന്ന് വെച്ചാൽ ഒന്നുമില്ല, കൊഗ്നൈസബിൾ കുറ്റകൃത്യങ്ങൾ എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുക അറസ്റ്റ് വിത്തൗട്ട് വാറണ്ട് എന്നൊരു പോയിന്റ് ഓർത്തിരിക്കണം. അറസ്റ്റ് വിത്തൗട്ട് വാറണ്ട്. അപ്പൊ കൊഗ്നൈസബിൾ കുറ്റകൃത്യം എന്ന് പറഞ്ഞാൽ ഒരു വാക്ക് മാത്രം ഓർത്താൽ മതി, അറസ്റ്റ് വിത്തൗട്ട് വാറണ്ട്. അതായത് ഒരു പോലീസ് ഉദ്യോഗസ്ഥന് വാറണ്ട് ഇല്ലാതെ തന്നെ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യാൻ കഴിയാവുന്ന തരത്തിലുള്ള കുറ്റകൃത്യങ്ങളെയാണ് കൊഗ്നൈസബിൾ കുറ്റകൃത്യങ്ങൾ, കൊഗ്നൈസബിൾ ഒഫൻസ് എന്ന് പറയുക. അപ്പൊ ഈ കുറ്റം വീണ്ടും ആവർത്തിച്ചാൽ, ഏതാണ്? 67B പ്രകാരമുള്ള ചൈൽഡ് പോണോഗ്രഫി കുറ്റം ആവർത്തിച്ചാൽ ആ കുറ്റകൃത്യം എന്താണ്? കൊഗ്നൈസബിൾ ആണ് എന്ന് പറഞ്ഞാൽ അറസ്റ്റ് വിത്തൗട്ട് വാറണ്ട് ആണ്. ആൻഡ് നോൺ ബെയിലബിൾ, ജാമ്യം ലഭിക്കാത്ത കുറ്റകൃത്യവുമാണ്. നോൺ ബെയിലബിൾ ആണെന്ന് ഓർത്തിരിക്കണം. ഓക്കെ, അപ്പൊ അതാണ് 67B. അപ്പൊ ഇനി നമുക്കറിയാം പണിഷ്മെന്റ് ഫോർ പബ്ലിഷിംഗ് ഓർ ട്രാൻസ്മിറ്റിംഗ് ഓപ്ഷൻ മെറ്റീരിയൽ ഇൻ ഇലക്ട്രോണിക് ഫോം. ഓർത്തിരിക്കുക, മറന്നുപോകരുത്. അപ്പോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറ്റകരമായിട്ടുള്ള അശ്ലീല ചിത്രങ്ങൾ ഡിജിറ്റൽ രൂപത്തിലോ പ്രസിദ്ധീകരിക്കുകയോ കൈമാറുകയോ ചെയ്യുന്നതിനുള്ള ശിക്ഷയെ പറ്റി
പ്രതിപാദിക്കുന്ന വകുപ്പാണ് 67. അപ്പൊ 67 ഞാൻ പറഞ്ഞില്ലേ, 67ന്റെ വിവിധ എ മുതൽ ഇങ്ങോട്ടുള്ള കുറ്റകൃത്യങ്ങളെല്ലാം തന്നെ ഇത്തരത്തിൽ കുറ്റകരമായ, ഒഫൻസ് ആയ, അല്ലെങ്കിൽ ഒഫൻസീവായ, അല്ലെങ്കിൽ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള അശ്ലീലതകൾ കലർന്ന ഇത്തരം കാര്യങ്ങൾ കൈമാറ്റം ചെയ്യുന്നു. ഇത്തരത്തിലുള്ള ശിക്ഷയെ പറ്റി പറയുന്ന വകുപ്പാണ് 67. ഇന്റർനെറ്റ് അല്ലെങ്കിൽ ഡിജിറ്റൽ മീഡിയ വഴി അശ്ലീല ചിത്രങ്ങൾ, വീഡിയോകൾ എന്നിവ പ്രചരിപ്പിക്കുന്നത് ഈ സെക്ഷൻ പ്രകാരം കുറ്റകരമായ പ്രവൃത്തിയാണ്. ശിക്ഷ 67 പ്രകാരം ഇത്തരത്തിൽ അശ്ലീലത കലർന്ന സെക്ഷൽ കണ്ടന്റ് ഉള്ള ഇത്തരം കാര്യങ്ങൾ, വീഡിയോകൾ ഇന്റർനെറ്റിലൂടെയോ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ തന്നെ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ ശിക്ഷ ആദ്യ തവണയാണ് ചെയ്യുന്നതെങ്കിൽ 3 വർഷം വരെ തടവും, എത്ര ലക്ഷം രൂപ? 5 ലക്ഷം രൂപ പിഴയുമാണ്. 3 വർഷം വരെ തടവും, 5 ലക്ഷം രൂപ പിഴയുമാണ്, അല്ലെ? 67 എന്ന വകുപ്പ് പ്രകാരം. എന്നാൽ ഇവിടെയും കുറ്റം ആവർത്തിച്ചാലോ അത് 5 വർഷം വരെ തടവും, 10 ലക്ഷം രൂപ പിഴയുമാണ്. അത് നോൺ ബെയിലബിൾ ഒഫൻസ് ആണ്. നോൺ ബെയിലബിൾ ഒഫൻസ് ആണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ സെക്ഷൻ 67 ഇത്തരത്തിൽ നമ്മൾ പറഞ്ഞു, അശ്ലീലത കലർന്ന സെക്ഷൽ കണ്ടന്റ് ഉള്ള വീഡിയോകളോ ചിത്രങ്ങളോ ഒക്കെ സോഷ്യൽ മീഡിയയിലൂടെയോ അല്ലെങ്കിൽ ഇന്റർനെറ്റിലൂടെ, ഇലക്ട്രോണിക് മാധ്യമത്തിലൂടെ, ഡിജിറ്റൽ മാധ്യമത്തിലൂടെ ഒക്കെ പ്രചരിപ്പിച്ചാലുള്ള ശിക്ഷയാണെന്ന്, കുറ്റകരമാണെന്ന് പറയുന്നു. ആദ്യ തവണയാണ് ചെയ്തെങ്കിൽ 3 വർഷം വരെ തടവും, എത്രയാ? 5 ലക്ഷം രൂപ പിഴയുമാണ്. കുറ്റം ആവർത്തിച്ചാൽ അത് 5 വർഷം വരെ തടവും, അതുപോലെ 10 ലക്ഷം രൂപ പിഴയുമാണ്. മാത്രമല്ല നോൺ ബെയിലബിളുമാണ്, എന്ന് പറഞ്ഞാൽ ജാമ്യം ലഭിക്കാത്ത കുറ്റകൃത്യം, അല്ലേ? പിന്നീടാണ് 67A. എന്താണ്? അശ്ലീല ചിത്രങ്ങൾ, വീഡിയോകൾ എന്നിവയുടെ പ്രദർശനം, പ്രചരണം എന്നിവയെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് 67A. കണ്ടോ? അപ്പോ പനിഷ്മെന്റ് ഫോർ പബ്ലിഷിംഗ് ഓർ ട്രാൻസ്മിറ്റിംഗ് ഓഫ് മെറ്റീരിയൽ കണ്ടെയ്നിങ് സെക്ഷലി എക്സ്പ്ലിസിറ്റ് ആക്ട് എക്സെട്ര ഇൻ ഫോം ഇലക്ട്രോണിക് 67A. 67 ആണ്. നോക്കുക. അപ്പൊ അശ്ലീല ചിത്രങ്ങൾ, വീഡിയോകൾ എന്നിവയുടെ പ്രദർശനം, പ്രചരണം എന്നിവയെ പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പാണ് 67A, അല്ലെ? പോണോഗ്രഫിയുമായി ബന്ധപ്പെട്ട സെക്ഷൻ ചോദിച്ചാൽ ഏത് തന്നെ? 67. അപ്പൊ പോണോഗ്രഫിയുമായി ബന്ധപ്പെട്ട IT ആക്ടിന്റെ വകുപ്പാണ് 67A. 67A ഓർത്തിരിക്കുക. എന്താണ് 67A പ്രകാരമുള്ള ശിക്ഷ? കുറ്റം ആദ്യ തവണയാണ് ചെയ്യുന്നതെങ്കിൽ 5 വർഷം വരെ തടവും, 10 ലക്ഷം രൂപ പിഴയും. 5 വർഷം വരെ തടവും, 10 ലക്ഷം രൂപ പിഴയുമാണ്. രണ്ടാം തവണ കുറ്റം ആവർത്തിച്ചാൽ ലഭിക്കുന്ന ശിക്ഷ 7 വർഷം വരെ തടവും, 10 ലക്ഷം രൂപ പിഴയുമാണ്. ഇത് കോഗ്നൈസബിൾ ആൻഡ് നോൺ ബെയിലബിൾ ആണ്. അപ്പോൾ പോണോഗ്രഫിയെ പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പ് 67A. ചൈൽഡ് പോണോഗ്രഫി ആണെങ്കിൽ 67B. രണ്ടും നമ്മൾ പറഞ്ഞതാണ്. 67A പ്രകാരമുള്ള കുറ്റം ചെയ്യുന്ന വ്യക്തിക്ക് ആദ്യ തവണയാണ് കുറ്റം ചെയ്യുന്നതെങ്കിൽ 5 വർഷം വരെ തടവും, 10 ലക്ഷം രൂപ പിഴ. 5 വർഷം വരെ തടവും, 10 ലക്ഷം രൂപ പിഴയുമാണ്. കുറ്റം ആവർത്തിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? രണ്ടാം തവണ 7 വർഷം വരെ തടവും, 10 ലക്ഷം രൂപ പിഴയും. 7 വർഷം വരെ തടവും, 10 ലക്ഷം രൂപ പിഴയുമാണ്. അത് കൊഗ്നൈസബിളും നോൺ ബെയിലബിളുമാണ് കുറ്റകൃത്യം. കൊഗ്നൈസബിൾ ആൻഡ് നോൺ ബെയിലബിൾ. ഓക്കെ, നമ്മൾ ഓർത്തിരിക്കുക. ഇനിയോ, അശ്ലീല ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുക, പ്രചരിപ്പിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ അറിയപ്പെടുന്നതാണ് പോണോഗ്രഫി. നമ്മൾ പറഞ്ഞില്ലേ, അശ്ലീല ചിത്രങ്ങൾ, അല്ലെ? സെക്ഷലി ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പിന്നെ അശ്ലീലത കലർന്ന നഗ്ന ചിത്രങ്ങളോ മറ്റോ ഒക്കെ തന്നെ പ്രദർശിപ്പിക്കുക, അത് പ്രചരിപ്പിക്കുക, അത് ഷെയർ ചെയ്യുക, ഇത്തരം കാര്യങ്ങളെ അറിയപ്പെടുന്നതാണ് പോണോഗ്രഫി. അപ്പോ പോണോഗ്രഫിയെ പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പ് 67A. ചൈൽഡ് പോണോഗ്രഫി 67B. കിട്ടിയല്ലോ? ഓർത്തിരിക്കുമല്ലോ. പോണോഗ്രഫി എന്നാണ് ഇതിനെ അറിയപ്പെടുക, അല്ലെ? ഇന്റർനെറ്റിൽ കുട്ടികളുടെ അശ്ലീല ചിത്രം പ്രചരിപ്പിക്കുക, അത് പ്രദർശിപ്പിക്കുക, ഇത്തരം കുറ്റകൃത്യങ്ങളെയൊക്കെ തടയാനായി കേരള പോലീസ് ആവിഷ്കരിച്ച കർമ്മ പരിപാടിയാണ് ഓപ്പറേഷൻ പി ഹണ്ട്. അപ്പൊ കേരള പോലീസ് ആവിഷ്കരിച്ച ഒരു കർമ്മ പരിപാടിയാണ് ഓപ്പറേഷൻ പി ഹണ്ട് എന്നൊക്കെ ഓർത്തിരിക്കണം. ഓക്കെ, അപ്പോൾ IT ആക്ടിനെ കുറിച്ചുള്ളതായിരുന്നു ആ ചോദ്യം. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോക്കുക, 2012 ഏതാണ്? പോക്സോ ആക്ട്, ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമം. പോക്സോ ആക്ട് 2012, അല്ലെ? പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് എന്നാണ്, അല്ലെ? പോക്സോ നിയമം 2012 പ്രകാരം താഴെ പറയുന്നതിൽ ഗൗരവതരമായ ലൈംഗിക ആക്രമണം അല്ലാത്തത് ഏതാണ്? ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ഗൗരവതരമായ ലൈംഗിക ആക്രമണം അല്ലാത്തത് ഏതാണ്? ഇതാണ് ചോദ്യം. ഓപ്ഷൻ എ, ഒന്നിലധികം തവണ കുട്ടിക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമം. ഓപ്ഷൻ ബി, 16 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിക്ക് നേരെ കടന്നുകയറ്റത്തിലൂടെയുള്ള ലൈംഗിക അതിക്രമം. ഓപ്ഷൻ സി, ഒരു കുട്ടിക്ക് നേരെ സംഘം ചേർന്ന് കടന്നുകയറ്റത്തിലൂടെ നടക്കുന്ന ലൈംഗിക അതിക്രമം.
ഓപ്ഷൻ ഡി മുകളിൽ കൊടുത്തിരിക്കുന്നവ ഒന്നുമല്ല. ഇതാണ് ചോദിച്ചിരിക്കുക. അപ്പോൾ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോക്സോ ആക്ട് 2012 പ്രകാരം താഴെ പറഞ്ഞ ഗൗരവതരമായ ലൈംഗിക ആക്രമണം അല്ലാത്തത് ഏതാണ്? അതായത് അഗ്രവേറ്റഡ് സെക്ഷൽ അസാൾട്ട്, ഗൗരവതരം തീവ്രമായ അഗ്രവേറ്റഡ് സെക്ഷൽ അസാൾട്ട് അല്ലാത്തത് ഏത് എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. ഇവിടുത്തെ ശരി ഉത്തരം ഏതാണെന്ന് പറയാമോ? ഒരു 16 വയസ്സിന് താഴെയുള്ള കുട്ടിക്ക് നേരെയുള്ള കടന്നുകയറ്റത്തിലൂടെയുള്ള ലൈംഗിക അതിക്രമം, ഒരു കുട്ടിക്ക് നേരെ സംഘം ചേർന്ന് കടന്നുകയറ്റത്തിലൂടെയുള്ള ലൈംഗിക അതിക്രമം, ഇത് രണ്ടും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉൾപ്പെടുന്നതല്ല. കാരണം ഒന്നിലധികം തവണ കുട്ടിക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമം, ശരിയാണ്. ഇവിടെ മനസ്സിലാവുന്നുണ്ടോ? അപ്പോ അല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഈ രണ്ടും അല്ല. കാരണം ഇവിടെ ചോദ്യത്തിൽ യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചത് കടന്നുകയറ്റത്തിലൂടെയുള്ള ഗൗരവതരമായ ലൈംഗിക അതിക്രമമായിരിക്കും ഉദ്ദേശിക്കുക. ക്വസ്റ്റ്യനിൽ ചെറിയൊരു എറർ ഉണ്ട്. കാരണം പോക്സോ നിയമപ്രകാരമുള്ള കുറ്റകൃത്യങ്ങൾ അത് ഒന്ന് പെനിട്രേറ്റീവ് സെക്ഷൽ അസാൾട്ട് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമാക്കുക? പെനിട്രേറ്റീവ് സെക്ഷൽ അസാൾട്ട് പ്രവേശിത ലൈംഗിക, അതായത് കടന്നുകയറ്റത്തിലൂടെയുള്ള ലൈംഗിക അതിക്രമം. മറ്റൊരു കുറ്റകൃത്യമാണ് അഗ്രവേറ്റഡ് പെനിട്രേറ്റീവ് സെക്ഷൽ അസാൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? കടന്നുകയറ്റത്തിലൂടെയുള്ള ഗൗരവതരമായ ലൈംഗിക അതിക്രമം. മനസ്സിലാവുന്നുണ്ടോ? മൂന്നാമത്തതാണ് സെക്ഷൽ അസാൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈംഗിക ആക്രമണം, സെക്ഷൽ അസാൾട്ട്, ലൈംഗിക അതിക്രമം അല്ലെങ്കിൽ ആക്രമണം. ഇനി മറ്റൊരു കുറ്റകൃത്യമാണ് ഗൗരവതരമായ ലൈംഗിക അതിക്രമം അല്ലെങ്കിൽ ആക്രമണം, അഗ്രവേറ്റഡ് സെക്ഷൽ അസാൾട്ട്. ഇവിടുത്തെ ചോദ്യം അഗ്രവേറ്റഡ് സെക്ഷൽ അസാൾട്ടിനെ കുറിച്ചാണ്. ഗൗരവതരമായ ലൈംഗിക അതിക്രമം എന്ന് പറഞ്ഞാൽ അതിൽ കടന്നുകയറ്റം എന്ന വാക്ക് വരില്ല. ഇവിടെ കണ്ടോ, കടന്നുകയറ്റത്തിലൂടെ എന്നുണ്ട്, ഇവിടെയുണ്ട് കടന്നുകയറ്റത്തിലൂടെ. അപ്പൊ ഇത് രണ്ടും ഈ പറയപ്പെട്ട ഇതിൽ വരുന്നതല്ല, അല്ലാത്തതായിട്ട് ഇത് രണ്ടെണ്ണം വരുന്നുണ്ട്. എന്നാൽ ഇതിൽ ശരിയായ ഉത്തരം വരുന്നത് എ ആണ് എന്നുള്ളതാണ് ഓർത്തിരിക്കുക. അപ്പോൾ മുകളിൽ കൊടുത്തിരിക്കുന്ന ഒന്നുമല്ല എന്നും പറയാൻ പറ്റില്ല. കാരണം ഇവിടെ ഒന്നിലധികം തവണ കുട്ടിക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമം എന്നത് അവിടെ പിന്നീട് ശരിയാണ്. അപ്പം അതുകൊണ്ട് ഈ ചോദ്യം ഒരു എററാണ്. PSC ഡിലീറ്റ് ചെയ്ത ചോദ്യങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാണ്. കാരണം ഇവിടുത്തെ PSCക്ക് പറ്റിയ അബദ്ധം ഈ ചോദ്യങ്ങളെ മലയാളത്തിലേക്ക് തർജ്ജിമ ചെയ്തപ്പോൾ ഉണ്ടായ പ്രശ്നമായിരിക്കാനാണ്. ഇവിടുത്തെ ചോദ്യം ഇതായിരുന്നെങ്കിൽ എന്താണ്? ഗൗരവതരമായ കടന്നുകയറ്റത്തിലൂടെയുള്ള ലൈംഗിക ആക്രമണം അല്ലാത്തത് ഏത് എന്നായിരുന്നു ചോദ്യമെങ്കിൽ ഇവിടെ ശരി ഉത്തരം ഉണ്ടായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഗൗരവതരമായ കടന്നുകയറ്റത്തിലൂടെയുള്ള ലൈംഗിക അതിക്രമം അല്ലാത്തത് ഏത് എന്നാണ് ചോദ്യമെങ്കിൽ ഇവിടെ ശരി ഉത്തരം നമുക്ക് പറയാൻ പറ്റും. കാരണം ഇവിടെ എത്രയാണ് നോക്കുക, 16 വയസ്സിന് താഴെയുള്ള കുട്ടിക്ക് നേരെയുള്ള കടന്നുകയറ്റത്തിലൂടെ ലൈംഗിക അതിക്രമം എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ ചെറിയൊരു എറർ ഉണ്ട് എന്നുള്ള കാര്യം നമ്മളിവിടെ ഓർത്തിരിക്കുക. ശരി, എന്താണെങ്കിലും നമുക്ക് ഈ ചോദ്യത്തിന്റെ എക്സ്പ്ലനേഷനിലേക്ക് നമുക്കൊന്ന് പോകാം. പോക്സോ നിയമത്തിൽ ഈ പറയപ്പെട്ട എന്തെല്ലാം കാര്യങ്ങളാണ് പറയുക നോക്കുക. പോക്സോ നിയമപ്രകാരമുള്ള 7 പ്രധാനപ്പെട്ട കുറ്റകൃത്യങ്ങൾ നോക്കുക. ഒന്ന്, പ്രവേശിത ലൈംഗിക അതിക്രമമാണ്. 2, ഗൗരവതര പ്രവേശിത ലൈംഗിക അതിക്രമം. ഒന്ന് പ്രവേശിത ലൈംഗിക അതിക്രമം അല്ലെങ്കിൽ പെനിട്രേറ്റീവ് സെക്ഷൽ അസാൾട്ട്. 2, ഗൗരവതര പ്രവേശിത ലൈംഗിക അതിക്രമം എന്ന് പറഞ്ഞാൽ അഗ്രവേറ്റഡ് പെനിട്രേറ്റീവ് സെക്ഷൽ അസാൾട്ട്. 3, ലൈംഗിക അതിക്രമം സെക്ഷൽ അസാൾട്ട്. 4, ഗൗരവതര ലൈംഗിക അതിക്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്രവേറ്റഡ് സെക്ഷൽ അസാൾട്ട്. 5, ലൈംഗിക പീഡനം സെക്ഷൽ ഹരാസ്മെന്റ്. 6, അശ്ലീല ചിത്രങ്ങളോ വീഡിയോകളോ പുസ്തകങ്ങളോ പോലെയുള്ള അശ്ലീല കാര്യങ്ങൾക്ക് കുട്ടിയെ ഉപയോഗിക്കുന്നത്. ഇത്തരം കുറ്റകൃത്യങ്ങൾ കുട്ടിയോട് ചെയ്യുന്നത് മാത്രമല്ല കുട്ടിയെ കൊണ്ട് അയാളെയോ മറ്റാരെങ്കിലുമായോ അപ്രകാരം ചെയ്യിക്കുന്നതെല്ലാം ശിക്ഷാർഹമാണ്. 6ാമത്തെ തരം കുറ്റകൃത്യം. 7, ഒരു കുട്ടി ഉൾപ്പെടുന്ന നീലച്ചിത്രം പോലെയുള്ള അശ്ലീല വസ്തുക്കൾ മൊബൈൽ ഫോണിലോ ഇലക്ട്രോണിക് ഗാഡ്ജറ്റിലോ ചിത്രങ്ങളായോ ഒക്കെ തന്നെ സൂക്ഷിക്കുന്നത്. ഇങ്ങനെ 7 തരം കുറ്റകൃത്യങ്ങളാണ്. അപ്പോൾ ഓർത്തിരിക്കുക, പോക്സോ നിയമപ്രകാരമുള്ള പ്രധാനപ്പെട്ട കുറ്റകൃത്യങ്ങൾ 7 ടൈപ്പ്, 7 തരത്തിലാണ് ഉള്ളത്. 7 തരം കുറ്റകൃത്യങ്ങൾ കണ്ടോ, ഏതൊക്കെയാണ്? ഒന്ന്, പ്രവേശിത ലൈംഗിക അതിക്രമം. 2 എന്താണ്? അഗ്രവേറ്റഡ് പെനിട്രേറ്റീവ് സെക്ഷൽ അസാൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? തീവ്രമായ ഗൗരവതരമായ പ്രവേശിത ലൈംഗിക അതിക്രമം. 3, സെക്ഷൽ അസാൾട്ട് അല്ലെങ്കിൽ എന്താണ് ലൈംഗിക അതിക്രമം അല്ലെങ്കിൽ ആക്രമണം. 4,
ഗൗരവതര ലൈംഗിക അതിക്രമം അഥവാ അഗ്രവേറ്റഡ് സെക്ഷൽ അസാൾട്ട്. 5 സെക്ഷൽ ഹരാസ്മെന്റ് ലൈംഗിക പീഡനം. 6 അശ്ലീല ചിത്രങ്ങൾ, വീഡിയോകൾ മുതലായവയ്ക്ക് വേണ്ടി ഒരു കുട്ടിയെ ഉപയോഗിക്കുക, കുട്ടിയെ കൊണ്ട് അയാളോട് അങ്ങനെ ചെയ്യിക്കുക അല്ലെങ്കിൽ മറ്റാരെങ്കിലുമായി അപ്പുറം ചെയ്യിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കുറ്റകൃത്യങ്ങളാണ് 6ാമത്തത്. 7ാമത്തത് ഒരു കുട്ടി ഉൾപ്പെട്ട നീലചിത്രം, ബ്ലൂ ഫിലിം പോലെയുള്ളവ സൂക്ഷിക്കുക. ഇത്തരം കുറ്റകൃത്യങ്ങളാണ് പോക്സോ നിയമപ്രകാരം. ഇനി ഓർത്തിരിക്കുക, പ്രവേശിത ലൈംഗിക അതിക്രമത്തെ പറ്റി പ്രതിപാദിക്കുന്ന സെക്ഷനാണ് നമുക്കറിയാം സെക്ഷൻ 3. സെക്ഷൻ 3 പെനിട്രേറ്റീവ് സെക്ഷൽ അസാൾട്ട്. അതിന്റെ ശിക്ഷയെ പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 4:1 പറയുക. അപ്പോൾ പ്രവേശിത ലൈംഗിക അതിക്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടിയുടെ സ്വകാര്യ ഭാഗത്ത് ലൈംഗിക അവയവമോ മറ്റേതെങ്കിലും ശരീരാവയവമോ മുറിച്ചേറിയ വസ്തുക്കളോ കൂർത്ത വസ്തുക്കളോ ഇങ്ങനെ എന്തെങ്കിലും പ്രവേശിപ്പിച്ചുകൊണ്ട് നടത്തിയ ആക്രമണത്തെയാണ് പെനിട്രേറ്റീവ് സെക്ഷൽ അസൾട്ട് എന്ന് പറയുക. അതിന് ശിക്ഷ 4:1 പറയുക. എന്താണ് ശിക്ഷ എന്നറിയപ്പെടുന്നത്? 10 വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തം വരെ ആകാവുന്നതുമായ തടവും പിഴയുമാണ്. ഇത് ഓർത്തിരിക്കണം. ഇവിടെ പോക്സോ നിയമപ്രകാരം പെനിട്രേറ്റീവ് സെക്ഷൽ അസാൾട്ടിന്റെ പരമാവധി ശിക്ഷ 7 വർഷമായിരുന്നു, അല്ലേ? അത് ഭേദഗതിയിലൂടെയാണ് എത്രയാക്കി, നിലവിൽ എത്രയാണെന്ന് വെച്ചാൽ എത്രയാണ്? 10 വർഷമാണ്. അപ്പൊ പോക്സോ ആക്ട് പ്രകാരം പെനിട്രേറ്റീവ് സെക്ഷൽ അസാൾട്ട്, പ്രവേശിത ലൈംഗിക അതിക്രമത്തിന് ലഭിക്കുന്ന മിനിമം ശിക്ഷ 10 വർഷം തടവും പിഴയുമാണ് എന്ന കാര്യം കൂടി. 10 വർഷത്തിൽ കുറയാത്ത എന്ന് പറഞ്ഞാൽ മിനിമം ശിക്ഷ 10 വർഷം തടവും പിഴയുമാണെന്ന് ഓർക്കുക. ഇനി പ്രവേശിത ലൈംഗിക അതിക്രമത്തിന് മുൻപുണ്ടായിരുന്ന ശിക്ഷ എത്രയാണെന്ന് പറഞ്ഞു? 7 വർഷം കൊണ്ടോ. മുൻപുണ്ടായിരുന്നത് 7 വർഷമാണ്. അത് 2019 ഭേദഗതി പ്രകാരം എത്രയാക്കി മാറ്റി? 10 വർഷമാക്കി മാറ്റി എന്ന കഥയും നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ. ഇനി സെക്ഷൻ 4:2 പറയുന്ന കാര്യമാണ്. നോക്കുക, 16 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിയെ പ്രവേശിത ലൈംഗിക അതിക്രമത്തിന് വിധേയമാക്കിയാൽ, 16 വയസ്സിന് താഴെ പ്രായമുള്ള ഒരു കുട്ടിയെ പ്രവേശിത ലൈംഗിക അതിക്രമത്തിന് വിധേയമാക്കുകയാണെങ്കിൽ അയാൾ കിട്ടുന്ന ശിക്ഷ 10 അല്ല, പിന്നെ എത്രയായി? 20 വർഷം തടവും പിഴയുമാണ്. ഉണ്ടോ? അപ്പോ പ്രവേശിത ലൈംഗിക പെനിട്രേറ്റീവ് സെക്ഷൽ അസാൾട്ടിന് വിധേയമാകുന്ന കുട്ടിയുടെ പ്രായം 16 വയസ്സിന് താഴെയാണെങ്കിൽ മിനിമം ശിക്ഷ 20 വർഷമാണ് എന്ന് പറയപ്പെട്ട വകുപ്പ് 4:2 സെക്ഷൻ 4:2 പ്രതിപാദിക്കുക. നിങ്ങൾ ഓർത്തിരിക്കുക, അല്ലെ? എന്നാൽ ഈ തടവ് ശിക്ഷ ജീവപര്യന്തം വരെ എന്ത് ചെയ്യാം? നീട്ടാവുന്നതാണ്. അപ്പൊ മിനിമം ശിക്ഷ 20 പരമാവധി ജീവപര്യന്തം വരെയാണെന്ന് ഓർക്കുക. ഇനി ഇവിടെ ഓർത്തിരിക്കേണ്ട കാര്യം, ഇവിടെ ജീവപര്യന്തം ശിക്ഷ എന്ന് പറഞ്ഞാൽ സെക്ഷൻ 4:2 പ്രകാരം ലഭിക്കുന്ന ജീവപര്യന്തം വെറും ജീവപര്യന്തമല്ല, ആ വ്യക്തിയുടെ അവസാന കാലം വരെ നീണ്ടു നിൽക്കാവുന്ന ജീവപര്യന്തം എന്നാണ് അർത്ഥം. ആ വ്യക്തിയുടെ സ്വാഭാവിക ജീവിതത്തിൽ, അതായത് മരണം വരെ, സ്വാഭാവിക ജീവിതത്തിൽ അവസാനിക്കുന്ന കാലം വരെയുള്ള ജീവപര്യന്തമാണ് ലഭിക്കുക. 4:2 മനസ്സിലാവുന്നുണ്ടോ? ഇനി പോക്സോ നിയമത്തിന്റെ 4 കഴിഞ്ഞാൽ 5, 6 എന്നിവ. 5 എന്നറിയപ്പെടുന്നത് ഗൗരവതര പ്രവേശിത ലൈംഗിക അതിക്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അഗ്രവേറ്റഡ് പെനിട്രേറ്റീവ് സെക്ഷൽ അസാൾട്ട്, അതാണ് കുറ്റം 5-ൽ പറയുന്നു. 6-ൽ പറയുന്നത് അതിന്റെ ശിക്ഷയെ പറ്റിയാണ്. മനസ്സിലാവുന്നത്? 5, 6 ഗൗരവതര പ്രവേശിത ലൈംഗിക അതിക്രമത്തിനുള്ള ശിക്ഷ എന്താണ് പ്രതിപാദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 വർഷം കഠിന തടവ് മുതൽ ജീവപര്യന്തം വരെയും അല്ലെങ്കിൽ വധശിക്ഷ വരെ ലഭിക്കാവുന്ന കുറ്റകൃത്യം. അപ്പൊ ചോദിക്കാൻ പരീക്ഷയ്ക്ക് പോക്സോ നിയമത്തിൽ ഡെത്ത് പെനാലിറ്റി, വധശിക്ഷ, ഹാങ് ടു ഡെത്ത് അല്ലെങ്കിൽ തൂക്കുകയർ, മരണശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യം എന്താണ്? കുറ്റകൃത്യത്തിന്റെ പേര് അഗ്രവേറ്റഡ് പെനിട്രേറ്റീവ് സെക്ഷൽ അസാൾട്ട്. അഗ്രവേറ്റഡ് പെനിട്രേറ്റീവ് സെക്ഷൽ അസാൾട്ട് മലയാളം എന്താണ്? ഗൗരവതരമായ പ്രവേശിത ലൈംഗിക അതിക്രമം. സെക്ഷൻ 5 പ്രകാരമുള്ള കുറ്റകൃത്യമാണ്. അതിന്റെ ശിക്ഷ പ്രതിപാദിക്കുന്ന വകുപ്പ് സെക്ഷൻ 6 സെക്ഷൻ 6 കണ്ടോ? സെക്ഷൻ 6 പ്രകാരമുള്ള ശിക്ഷ മിനിമം 20 വർഷം കഠിന തടവും പിഴയും പരമാവധി ജീവപര്യന്തമോ വധശിക്ഷ വരെ ലഭിക്കാവുന്ന കുറ്റകൃത്യമാണെന്ന് ഓർക്കുക. ഇനി ഈ ഗൗരവതരമായ പ്രവേശിത ലൈംഗിക അതിക്രമത്തെ കുറിച്ചെല്ലാം വിശദമായിട്ട് നമ്മൾ ക്ലാസ്സിൽ പറയും. എങ്കിലും അറിഞ്ഞിരിക്കണം എന്താണ് ഇതിനെ ഗൗരവതരം എന്ന വാക്ക്, അഗ്രവേറ്റഡ് എന്ന വാക്ക് ചേർക്കാൻ കാരണം. ഒരു കുട്ടിയെ സംഘം ചേർന്നുകൊണ്ട് പെനിട്രേറ്റീവ് സെക്ഷൽ അസാൾട്ടിന് വിധേയമാക്കുക, ബുദ്ധിമാന്ദ്യമുള്ളൊരു കുട്ടിയെ ഇത്തരത്തിൽ ലൈംഗികമായി ഉപദ്രവിക്കുക, ഒരു കുട്ടിയുടെ നിയമപരമായി സംരക്ഷണം ഏറ്റെടുത്തിരിക്കുന്ന രക്ഷിതാവോ മാതാപിതാക്കളോ മറ്റടുത്ത ബന്ധുക്കളോ ഇത്തരം പ്രവൃത്തിക്ക് വിധേയമാക്കുക, ഒരു വിദ്യാലയത്തിലെ പ്രധാന അധ്യാപകനോ ആ വിദ്യാലയത്തിന്റെ ചുമതലക്കാരോ ഒരു കുട്ടിയെ പെനിട്രേറ്റീവ് സെക്ഷൽ അസാൾട്ടിന് വിധേയമാക്കുക,
ഒരു കുട്ടിയുടെ സംരക്ഷണം ഏറ്റെടുത്തിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഡ്യൂട്ടിയിലായിരിക്കുമ്പോൾ ഈ പ്രവൃത്തി ചെയ്യുക. ആശുപത്രിയിൽ കഴിയുന്ന ഒരു കുട്ടിയെ ആശുപത്രി മാനേജ്മെന്റോ ഡോക്ടറോ പെനിട്രേറ്റീവ് സെക്ഷൽ അസാൾട്ടിന് വിധേയമാക്കുക. ഒരു ജുവനൈൽ ഹോമിൽ കിടക്കുന്ന ഒരു കുട്ടിയെ അവിടുത്തെ ജുവനൈൽ ഹോമിന്റെ അവിടുത്തെ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ പെനിട്രേറ്റീവ് സെക്ഷൽ അസാൾട്ടിന് വിധേയമാക്കുക. ഒരു അസൈലത്തിന്റെയോ റെസിഡന്റിന്റെയോ സർക്കാർ ഗവൺമെന്റ് ഏതെങ്കിലും റെസിഡൻസിയുടെയോ ചുമതലയുള്ള ഒരാൾ ഇത്തരത്തിൽ പ്രവൃത്തിക്ക് വിധേയമാക്കുക. ഒരു പെൺകുട്ടി ഗർഭിണിയായിരിക്കെ ആ കുട്ടിയെ പെനിട്രേറ്റീവ് സെക്ഷൽ അസാൾട്ടിന് വിധേയമാക്കുക. ഒരു കുട്ടിയുമായി പെനിട്രേറ്റീവ് സെക്ഷൽ അസാൾട്ടിന് വിധേയമാക്കിയതിനെ തുടർന്ന് എയ്ഡ്സ് പോലെയുള്ള ഗുരുതരമായ അസുഖങ്ങൾ പകർന്നു കൊടുക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഇത്തരം കുറ്റകൃത്യങ്ങളാണ് വെറും പെനിട്രേറ്റീവ് സെക്ഷൽ അസാൾട്ട് അല്ല, അഗ്രവേറ്റഡ് പെനിട്രേറ്റീവ് സെക്ഷൽ അസാൾട്ട്, ഗൗരവതര പ്രവേശിത ലൈംഗിക അതിക്രമം സെക്ഷൻ 5 പ്രകാരമുള്ള കുറ്റകൃത്യം. അതിന്റെ പരമാവധി ശിക്ഷ മറന്നു പോകരുത്, വധശിക്ഷയാണെന്ന് ഓർത്തിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? എന്നാൽ സെക്ഷൻ 9-10 പറയുന്നത് ഗൗരവതര ലൈംഗിക ആക്രമണം അല്ലെങ്കിൽ അതിക്രമത്തിനുള്ള ശിക്ഷയാണ്. ഇതായിരുന്നു നമ്മുടെ ചോദ്യം. ഗൗരവതര ലൈംഗിക അതിക്രമം അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഗ്രവേറ്റഡ് സെക്ഷൽ അസൾട്ട്. സാധാരണ സെക്ഷൽ അസൾട്ട് അല്ല, അഗ്രവേറ്റഡ്. ഞാൻ ഈ പറഞ്ഞ അതേ കണ്ടീഷൻസ് തന്നെ ഒരു കുട്ടിയുടെ നേരെ നടത്തുന്ന ലൈംഗിക അതിക്രമം അല്ലെ, സെക്ഷൽ അസൾട്ട്. അവിടെ ഓർത്തിരിക്കണം, പെനിട്രേറ്റീവ് എന്ന വാക്കില്ല, പെനിട്രേഷൻ ഇല്ല, കടന്നുകയറ്റത്തിലൂടെയുള്ള ഒരു സെക്ഷൽ അസാൾട്ട് അല്ല എന്ന കാര്യം ഓർക്കണം. അല്ലാത്ത ഒരു സെക്ഷൽ അസാൾട്ട് അത് പോലീസ് ഉദ്യോഗസ്ഥൻ ഞാൻ ഈ പറഞ്ഞ കാറ്റഗറിയിലുള്ള ആളുകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് ശിക്ഷാർഹമാണെന്ന് ഓർക്കുക. അപ്പോ സെക്ഷൻ 10 പ്രകാരം ഇത്തരത്തിൽ ഗൗരവതരമായ ലൈംഗിക അതിക്രമത്തിലുള്ള ശിക്ഷ 5 വർഷം മുതൽ 7 വർഷം വരെ തടവും പിഴയും. 5 വർഷം മുതൽ 7 വർഷം വരെ തടവും പിഴയുമാണ് എന്ന കാര്യം കൂടി ഓർത്തിരിക്കണം. 5 വർഷം മുതൽ 7 വർഷം വരെ തടവും പിഴയും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതാണ് നമ്മൾ അതുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ടത്. അപ്പോ സെക്ഷൽ അസാൾട്ട് ആണെങ്കിൽ നമുക്കറിയാം അത് സെക്ഷൻ 7 പ്രതിപാദിക്കുക. ആരെങ്കിലും ലൈംഗിക ഉദ്ദേശത്തോടു കൂടി ഒരു കുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങൾ സ്പർശിക്കുകയോ കുട്ടിയെ കൊണ്ട് അയാളുടെയോ മറ്റാരുടെയെങ്കിലുമോ സ്വകാര്യ ഭാഗങ്ങൾ സ്പർശിപ്പിക്കുകയോ അല്ലെങ്കിൽ അതിനെ പ്രേരിപ്പിക്കുകയോ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്താൽ അതിനെയാണ് ലൈംഗിക അതിക്രമം എന്ന് പറയുക. സെക്ഷൽ അസാൾട്ടാണ്. ഒരു കാരണവശാലും പെനിട്രേഷൻ എന്ന വാക്കില്ല, അത് ഓർക്കണം. പെനിട്രേറ്റീവ് സെക്ഷൽ അസൾട്ട് എന്ന് പറഞ്ഞാൽ പ്രവേശിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന ലൈംഗിക അതിക്രമമാണ്. അതാണ് വ്യത്യാസം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോ സെക്ഷൽ അസാൾട്ടിന്റെ ശിക്ഷ വകുപ്പ് 8 പറയുന്നു. എന്താണ്? 3 വർഷത്തിൽ കുറയാത്തതും 5 വർഷം വരെ. മിനിമം ശിക്ഷ 3 വർഷം, പരമാവധി 5 വർഷമാണെന്നുള്ള കാര്യങ്ങൾ ഓർത്തിരിക്കണം. ഇവിടെ ഓർത്തിരിക്കണം, സെക്ഷൻ 9 പ്രകാരം അഗ്രവേറ്റഡ് സെക്ഷൽ അസാൾട്ട് ആണെങ്കിൽ ശിക്ഷ 3, 5 ഒന്നുമല്ല. എത്രയാണെന്ന് പറഞ്ഞു? ഓർത്തിരിക്കണം, മറന്നു പോകരുത്. 5 വർഷം മുതൽ 7 വർഷം വരെയാണ്, പരമാവധി 7 വർഷം വരെ. അപ്പൊ നിങ്ങളത് ഓർത്തിരിക്കണം. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇനി പോക്സോ നിയമത്തിൽ ഏറ്റവും ലഘുവായ ഒരു കുറ്റകൃത്യം എന്ന് പറഞ്ഞാൽ എല്ലാ കുറ്റകൃത്യങ്ങളും ഗൗരവമേറിയതാണ്. ഞാൻ പറഞ്ഞ ലഘു താരതമ്യേന കുറഞ്ഞ ശിക്ഷയുള്ള ഒരു കുറ്റകൃത്യമാണ് സെക്ഷൽ ഹരാസ്മെന്റ്, ലൈംഗിക പീഡനം എന്നൊക്കെ പറയാം. സെക്ഷൽ ഹരാസ്മെന്റ് അല്ലെ, അത് സെക്ഷൻ 11 സെക്ഷൽ ഹരാസ്മെന്റിനെ പറ്റി പറയാം. സെക്ഷൻ 11 അല്ലെ. എന്താണ് അതിന്റെ ശിക്ഷ? സെക്ഷൻ തൊട്ടടുത്ത 12 പ്രകാരമുള്ള ശിക്ഷ എന്നറിയപ്പെടുന്നത് 3 വർഷം വരെ ആകാവുന്ന തടവും പിഴയും. മാക്സിമം ശിക്ഷ 3 വർഷം വരെയുള്ളൂ. അപ്പൊ സെക്ഷൽ ഹരാസ്മെന്റിനെ പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പ് മറന്നു പോകരുത്, സെക്ഷൻ 11 എന്ന കാര്യം കൂടി ഓർത്തിരിക്കണം അല്ലെ. അപ്പൊ നിങ്ങൾക്ക് അറിയാം, സെക്ഷൽ ഹരാസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റകൃത്യം എന്താണ്? അശ്ലീല ചുവയോടെയുള്ള സംസാരം. ഒരു കുട്ടി കേൾക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി അശ്ലീല കമന്റുകൾ പറയുക അല്ലെ, അശ്ലീലത കടന്ന ചൂളമടിക്കുക, ശബ്ദബീജികൾ പുറപ്പെടുവിക്കുക, നഗ്നതാ പ്രദർശനം, ഇങ്ങനെയൊക്കെയുള്ള കുറ്റകൃത്യങ്ങളാണ് സെക്ഷൽ ഹരാസ്മെന്റിന്റെ പരിധിയിൽ വരുന്നത്. പരമാവധി 3 വർഷം വരെ തടവും പിഴയും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഉദ്യോഗാർത്ഥികളെ, നമ്മൾ സുപ്രധാന നിയമങ്ങൾ എന്നൊരു ഭാഗമാണ് ഈ ഒരു ഭാഗത്ത് പ്രതിപാദിച്ചു കൊണ്ടിരുന്നത്. നമ്മുടെ 10th ലെവൽ മുതൽ +2 ലെവൽ മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ പരീക്ഷകളുടെയും സിലബസിലുള്ള പ്രധാനപ്പെട്ട ഭാഗമാണ് സുപ്രധാന നിയമങ്ങൾ. അപ്പൊ നിങ്ങൾ ഓർത്തിരിക്കുമല്ലോ. ഒന്നുകൂടി പറയാം, അവസാനം പറഞ്ഞു നിർത്തിയത് പോക്സോ നിയമം 2012 കുറിച്ചാണ്. പോക്സോ നിയമത്തിൽ വരുത്തിയ ഏറ്റവും വലിയ ഭേദഗതി 2019 വരുത്തിയ ഭേദഗതിയാണ്. അതിന് പ്രകാരം പെനിട്രേറ്റീവ് സെക്ഷൽ അസാൾട്ട് അല്ല, പ്രവേശിത ലൈംഗിക അതിക്രമത്തിനുള്ള മിനിമം ശിക്ഷ 7 വർഷമായിരുന്നത് എത്രയായി ഉയർത്തിയെന്ന് ഓർക്കണം നിങ്ങൾ, മറന്നു പോകരുത്. എത്ര വർഷമാക്കി? 10 വർഷമാക്കി ഉയർത്തി. അപ്പോ പെനിട്രേറ്റീവ് സെക്ഷൽ അസാൾട്ടിന് ലഭിക്കുന്ന മിനിമം ശിക്ഷ
10 വർഷം മുതൽ ജീവപര്യന്തം വരെയാണ്. മറന്നു പോകാത്ത. അതുപോലെ സെക്ഷൻ 4(2) പ്രകാരം 16 വയസ്സിന് താഴെ പ്രായമുള്ള ഒരു കുട്ടിയെ ഇത്തരത്തിൽ പെനിട്രേറ്റീവ് സെക്ഷൽ അസാൾട്ടിന് വിധേയമാക്കിയാൽ അയാൾക്ക് ലഭിക്കുന്ന മിനിമം ശിക്ഷ 10 അല്ല, എത്രയാണ്? 20 വർഷം തടവും പിഴയുമാണ്. പരമാവധി ജീവപര്യന്തം. വെറും ജീവപര്യന്തമല്ല, അത്തരം കണ്ടീഷനിലുള്ള ജീവപര്യന്തം സ്വാഭാവിക ജീവിതത്തിൽ അവസാനിക്കുന്ന കാലം വരെയുള്ള ജീവപര്യന്തമാണ്. പോക്സോ നിയമത്തിൽ വധശിക്ഷയെ പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പ് സെക്ഷൻ 6. വധശിക്ഷ ലഭിക്കാവുന്ന കുറ്റമെന്ത്? പോക്സോ നിയമപ്രകാരം ഒരു വ്യക്തിക്ക് വധശിക്ഷ, മരണശിക്ഷ ലഭിക്കാവുന്ന കുറ്റം എന്താണ്? സെക്ഷൻ 5 പ്രകാരമുള്ള കുറ്റം. എന്താണ് കുറ്റം? അഗ്രവേറ്റഡ് പെനിട്രേറ്റീവ് സെക്ഷൽ അസാൾട്ട്, ഗൗരവതരമായ പ്രവേശിത ലൈംഗിക അതിക്രമം. ഒരു ബുദ്ധിമാന്ദ്യമുള്ള കുട്ടിയെ ഇത്തരം പ്രവൃത്തിക്ക് വിധേയമാക്കുക, സംഘം ചേർന്ന് നടത്തുക, ഒരു കുട്ടിക്ക് നേരെ ആവർത്തിച്ച് പ്രവൃത്തി ചെയ്യുക, രക്ഷകർത്താക്കളിൽ പ്രവൃത്തി ചെയ്യുക, പോലീസ് ചെയ്യുക, അല്ലെ ജയിലിന്റെ അധികൃതർ ചെയ്യുക, ജുവനൈൽ ഹോമിന്റെ ചുമതലക്കാർ ചെയ്യുക. അതുപോലെ 12 വയസ്സിന് താഴെ പ്രായം ഓർക്കണം, 12 വയസ്സ്. 12 വയസ്സാണെങ്കിൽ അത് ആ ഗൗരവതര പ്രവേശ ലൈംഗിക അതിക്രമം എന്ന കുറ്റമായി പോകും. 16 അല്ല, 12 ആണ് അവിടെ സെക്ഷൻ 5 പ്രകാരം. മനസ്സിലാവുന്നുണ്ടോ? ഒരു പെൺകുട്ടി ഗർഭിണിയായിരിക്കെ ഈ പ്രവൃത്തി ചെയ്യുക, പ്രവൃത്തി കാരണം ഒരു പെൺകുട്ടി ഗർഭിണിയാകുക, മാരകമായ അസുഖങ്ങൾ പറന്നു കൊടുക്കുക, ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങളാണ് വധശിക്ഷ വരെ കിട്ടാവുന്ന കുറ്റകൃത്യം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ പോക്സോ ആക്ട് പ്രകാരമുള്ള കുറ്റകൃത്യങ്ങളെ 7 ആയി തിരിക്കാം. ഒന്ന് പറഞ്ഞേ. ഒന്നാമത്തെ കുറ്റകൃത്യത്തിന്റെ പേര് പെനിട്രേറ്റീവ് സെക്ഷൽ അസാൾട്ട്, മലയാളം പ്രവേശിത ലൈംഗിക അതിക്രമം. 2 അഗ്രവേറ്റഡ് പെനിട്രേറ്റീവ് സെക്ഷൽ അസാൾട്ട്, മലയാളം ഗൗരവതര പ്രവേശിത ലൈംഗിക അതിക്രമം. 3 സെക്ഷൽ അസാൾട്ട്, മലയാളം ലൈംഗിക ആക്രമണം അല്ലെങ്കിൽ അതിക്രമം. 4 അഗ്രവേറ്റഡ് സെക്ഷൽ അസാൾട്ട്, മലയാളം ഗൗരവതര ലൈംഗിക ആക്രമണം. അടുത്ത കുറ്റകൃത്യം സെക്ഷൽ ഹരാസ്മെന്റ്, മലയാളം ലൈംഗിക പീഡനം. അടുത്തത് അശ്ലീല ചിത്രങ്ങൾ, വീഡിയോകൾ എന്നിവയ്ക്കായി കുട്ടിയെ ഉപയോഗിക്കുക, കുട്ടിയെ കൊണ്ട് സ്വയം അങ്ങനെ ചെയ്യിക്കുക, മറ്റാരെങ്കിലുമായി ചെയ്യിക്കുക എന്നിവ ശിക്ഷാർഹം. 6ാമത്തെ കുറ്റം. 7ാമത്തെ കുറ്റം ഒരു കുട്ടി ഉൾപ്പെടുന്ന ബ്ലൂ ഫിലിം, നീലചിത്രം പോലെയുള്ളവ സൂക്ഷിക്കുക. ഇത്തരം 7 തരം കുറ്റകൃത്യങ്ങളാണ് പോക്സോ നിയമത്തിൽ പ്രതിപാദിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു സെക്ഷൻ ഉപകാരപ്രദമായി മനസ്സിലായെന്ന് വിശ്വസിക്കട്ടെ. ഇതിന്റെ തൊട്ടടുത്ത സെക്ഷനുമായി നമുക്ക് തൊട്ടടുത്തൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. അപ്പോൾ കോമ്പറ്റീറ്റീവ് ക്രാക്കറിന്റെ കോഴ്സുകളെ കുറിച്ചും ഈ 10th ലെവൽ, +2 ലെവൽ മുതലായുള്ള ഏറ്റവും പുതിയ കോഴ്സുകളെ കുറിച്ചും അറിയാനായി നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ മറ്റൊരു ഭാഗവുമായി വീണ്ടും കാണാം. താങ്ക് യു ഓൾ ഓഫ് യു. ബൈ. ആർപ്പുവിളിയോടെ CC ആപ്പ് ഈ ഓണം CC ലേണിംഗ് ആപ്പിനൊപ്പം ഡൗൺലോഡ് ചെയ്യൂ, നേടൂ 10 ലക്ഷം രൂപ വരെയുള്ള സ്വർണ്ണ നാണയങ്ങൾ.